3 വർഷം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചിട്ടില്ല എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരിഹാസം നേരിട്ടു. അക്രമിയെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാണ് അതിജീവിതയുടെ ആരോപണം. ഇപ്പോൾ 3 വർഷമായി ഈ മാർച്ചിലേക്ക് ഈ പ്രശ്നം കഴിഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ഒരു മറുപടി പോലും എനിക്കൊരു നീതി ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. 3 വർഷമായി. ഞാനിപ്പോൾ കഴിഞ്ഞ മാസവും മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളതാണ്. കത്ത് അവിടെ എത്തി എന്നുള്ള മെസ്സേജ് എനിക്ക് വന്നു. പക്ഷേ അതിനൊരു വേറെ ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഓഫീസുകളിലും കയറി ഇറങ്ങി അവരുടെ പരിഹാസങ്ങളും, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ പല തവണ വന്നിട്ട് എനിക്ക് പല തരത്തിലുള്ള പരിഹാസങ്ങൾ, അവിടെ നിന്ന് സ്ത്രീകൾ, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ, അയാളെ കൂടെ ജോലി ചെയ്ത ആളുകൾ തന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ച സംഭവങ്ങളുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായും മയക്കത്ത് നിൽക്കുന്ന എന്നെ ആക്രമിച്ച ഒരാളെ ഇത്രയും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയെ എത്തരത്തിൽ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും അവിടെയുള്ള ആളുകൾ നമ്മളൊരു പരിഹസിക്കുന്ന രീതിയിലാണ് കണ്ടത്. ദലിഷ തിലകൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദലിഷ, എന്താണ് അതിജീവിതയുടെ ആരോപണങ്ങൾ? അമൃത, അതിജീവിത പറയുന്നത് പോലെ തന്നെയാണ്. അതായത് 2023 മാർച്ചിലാണ് മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ ICUവിൽ കഴിയുകയായിരുന്ന അതിജീവിതയെ ഈ ആശുപത്രിയിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്തിരുന്ന എം ശശീന്ദ്രൻ എന്നയാൾ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചത്. ഈ അന്വേഷണത്തിൽ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയ ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ആശുപത്രിയിലെ ജീവനക്കാർക്ക് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം നൽകിയിരുന്നു. ഇതിനെതിരെയെല്ലാം തന്നെ വ്യാപക പ്രതിഷേധം ഉയരുകയും അതിജീവിത സമര രംഗത്തേക്ക് കടക്കുകയും എല്ലാം ചെയ്തതാണ്. ഈ സംഭവം നടന്ന ഇപ്പോൾ 3 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് അതിജീവിത ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്. കഴിഞ്ഞ മാസം ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്തിന് ഇതുവരെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരിഹാസം നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ അതിജീവിത തുറന്നു പറയുന്നത്. ആരോഗ്യമന്ത്രി ആ സമയത്തെല്ലാം നേരിട്ടെത്തി തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളെല്ലാം തന്നെ നൽകിയതാണ്. ഒന്നും നടപടിയായിട്ടില്ല. മാത്രമല്ല, വനിതാ കമ്മീഷനെയും സമീപിച്ചതാണ്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. അവിടെ നിന്നും അപമാനമാണ് നേരിടേണ്ടി വന്നത് എന്നും അതിജീവിത പറയുന്നുണ്ട്. അക്രമിക്ക് ഒപ്പം നിൽക്കുന്ന വനിതാ കമ്മീഷനാണ് എന്നാണ് അവർ തുറന്നു പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ അക്രമത്തിന് ഇരയായവർ വീണ്ടും വീണ്ടും ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത് എന്നും അക്രമിയെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നുമാണ് അതിജീവിതയുടെ ആരോപണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.